നിങ്ങളുടെ കുട്ടി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ച പാല് തുപ്പുകയോ തികട്ടി വരികയോ ചെയ്യാറുണ്ടോ? നോർമലി നമ്മുടെ അന്നനാളത്തിനും സ്റ്റൊമക്കിനും ഇടയിൽ ഒരു വാൽവ് ഉണ്ട്. ഈസോഫാജിയൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. ഭക്ഷണം വരുമ്പോൾ തുറക്കുക, അത് കഴിഞ്ഞാൽ അടയ്ക്കുക. ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ. എന്നാൽ കുട്ടികളിൽ ഈ വാൽവ് പ്രോപ്പറായി ഫംഗ്ഷൻ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിലുള്ള വസ്തുക്കളെല്ലാം തിരിച്ച് അന്നനാളത്തിലൂടെ പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വളരെ കോമൺ ആണ്. 4-6 മാസങ്ങൾക്ക് ശേഷമോ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിച്ചു തുടങ്ങുമ്പോഴോ ഇത് ശരിയാകും. എന്നാൽ ഇത് കുറയ്ക്കാനായി നമുക്കെന്ത് ചെയ്യാമെന്നും എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്നും ഞാൻ പറയാം. ഇതിപ്പോൾ തന്നെ സേവ് ചെയ്തോളൂ. 1. കുറച്ച് ഫീഡ് ചെയ്യുക, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2. ഫീഡിങ്ങിന് ശേഷം കുട്ടിയെ നമ്മുടെ തോളത്തോ നെഞ്ചത്തോ വെച്ച് ഒരു 10 to 20 മിനിറ്റ്സെങ്കിലും തട്ടിക്കൊടുക്കുക. ബർപ്പിംഗ് എന്ന് പറയും ഇതിന്. 3. ഇനി ഡയപ്പർ ഇടിയിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ടൈറ്റ് ആണോ എന്നും കുട്ടിയുടെ അടിവയറ്റിൽ അത് ഓവർ പ്രഷർ കൊടുക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ഇനി എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടത്? നിരന്തരമായ ശക്തിയായ ഛർദിയോട് കൂടെ വയറ്റിന്ന് പോകുന്നില്ല, ഛർദിക്കുന്നതിന് കട്ടിയായ മഞ്ഞയോ പച്ചയോ ചുവപ്പ് കളർ കാണുക, പാല് കുടിക്കാൻ മടി, ക്ഷീണം, തൂക്കം വയ്ക്കുന്നില്ല എന്നീ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കുട്ടിയെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് കാണിക്കുക. മറ്റുള്ളവരുടെ അറിവിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. സ്റ്റേ ഹെൽത്തി.